ഹായ് ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BSc ഫിസിക്സ് 6th സെമസ്റ്റർ എക്സാംസിൻ്റെ ഡേറ്റ് ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പേപ്പർ 1 എന്തൊക്കെയാണ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പേപ്പർ 2 ആയിട്ടുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഫോട്ടോണിക്സ്, ഇതിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പേപ്പർ 2 മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൻ്റെ പേപ്പർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാക്രോ സ്റ്റേറ്റ് ആൻഡ് മൈക്രോ സ്റ്റേറ്റ് ഇതെന്താണെന്ന് ഇത് 2 ഇയറിലെ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ക്ലാസിക്കൽ വേഴ്സസ് നമ്മുടെ ക്വാണ്ടം സ്റ്റാറ്റിക്സ്. എന്താണ് ക്ലാസിക്കൽ സ്റ്റാറ്റിക്സ്, എന്താണ് ക്വാണ്ടം സ്റ്റാറ്റിക്സ്, ആൻഡ് അതിൻ്റെ അണ്ടറിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്. നമ്മൾ പല ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. MB ഡിസ്ട്രിബ്യൂഷൻ, FD ഡിസ്ട്രിബ്യൂഷൻ, ബോസ്-ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ക്ലാസിക്കലിൽ വരുന്നത്, എന്തൊക്കെയാണ് ക്വാണ്ടത്തിൽ വരുന്നത്, ഓക്കെ, അതെന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇത് മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ളത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിലാണ്. അതായത് മൈക്രോ സ്റ്റേറ്റും ചോദിച്ചുള്ള 2 മാർക്സിൻ്റെ ആണ്. അതേപോലെ ക്ലാസിക്കൽ വേഴ്സസ് ക്വാണ്ടം സ്റ്റാറ്റിക്സ് അതും ചോദിച്ചു കണ്ടിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണ്. നെക്സ്റ്റ് പറയണത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ സ്പീഡ്സ്. നമ്മൾ MB ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിറൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് അതിൽ VRMS എന്താണ്, V ആവറേജ് എന്താണ് എന്നൊക്കെയുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യാം, നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് സെക്ഷനിൽ വേണേൽ ചോദിക്കാം. ഒന്നുകിൽ 2 മാർക്സിൻ്റെ ചോദിക്കാം, 5 മാർക്കിൻ്റെ ചോദിക്കാം, നമ്മുടെ എസ്സേയിലും ചോദിക്കാം. അപ്പോൾ 3 സെക്ഷനിലും ഈക്വലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ MB ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ MB ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, അത് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് മൊത്തം കവർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതെന്താണ്, ഇതൊരു എസ്സേ ചാൻസ് ഉള്ള ഏരിയ ആണ് കേട്ടോ ഈ MB ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടം സ്റ്റാറ്റിക്സ്. ക്വാണ്ടം സ്റ്റാറ്റിക്സിലും നമുക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ കാര്യമൊക്കെ. ആൻഡ് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതും എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ള, ഇതും എന്ത് ചെയ്യാം, നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ എസ്സേയിലോ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ. എന്താണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ എന്നുള്ള കാര്യം, അത് എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ 5 മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഫെർമി ഡിറാക് സ്റ്റാറ്റിക്സ്. FD സ്റ്റാറ്റിക്സ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ എസ്സേ വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് തൊറോ ആയിട്ട് നിങ്ങൾ പഠിച്ചു തന്നെ പോകണം കേട്ടോ. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് അതിൽ വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബേസിക്സ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ, അതിൽ നമ്മുടെ എന്താ ലാറ്റിസ് എന്താണ്, ലാറ്റിസ് പോയിന്റ് എന്താണ്, ബേസിസ് എന്താണ്, എങ്ങനെയാണ് ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ അത് എന്ത് ചെയ്യുക, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കണം. പിന്നെ വരാനുള്ളത് ക്രിസ്റ്റൽ സിമ്മട്രീസാണ്. ഓക്കെ, നെക്സ്റ്റ് ബ്രേവിയസ് സ്പേസ് ലാറ്റിസ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബ്രേവിയസ് സ്പേസ് ലാറ്റിസ് എന്ന് PYQയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചോദിച്ചേക്കുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഇതും എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സെക്ഷൻ, നേരത്തെ പറഞ്ഞ 2 സെക്ഷൻസും ഒന്നുകിൽ 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്സ്. ഓക്കെ, ഈ 2 എന്താ ഏരിയസിലാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. ഓക്കെ, ഈ പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഒരു എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ HCP സ്ട്രക്ചർ ഉണ്ടല്ലോ, HCPൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇയറിൽ എന്താവാം, വേറൊരു സ്ട്രക്ചർ എടുത്തിട്ട് അല്ലെങ്കിൽ വേറൊരു സിസ്റ്റം എടുത്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, HCP തന്നെ റിപ്പീറ്റഡ് ആക്കി ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പാക്കിംഗ് ഫ്രാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ സിസ്റ്റംസിൻ്റെ കേസിലുള്ള പാക്കിംഗ് ഫ്രാക്ഷൻ എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആ ടോപ്പിക്ക് മിസ്സാക്കാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മില്ലർ ഇൻഡിസസ്. ഓക്കെ, മില്ലർ ഇൻഡിസസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് മില്ലർ ഇൻഡിസസ്, അപ്പോൾ നിങ്ങൾക്ക് മില്ലർ ഇൻഡിസസ് കാണുന്ന പ്രോസസ്സ് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ലൈവിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെന്താണെന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ആൻഡ് ഈ കേസിൽ നമുക്ക് എന്ത് ചോദിക്കാം, ഒരു പ്രോബ്ലം ചോദിക്കാനുള്ളൊരു ചാൻസ് കൂടെ എന്തിലുണ്ട്, ഈ മില്ലർ ഇൻഡിസസിൻ്റെ ഏരിയയിലുണ്ട് കേട്ടോ. ഓക്കെ, എന്ത് ചെയ്യും, അപ്പോൾ ഇതിൽ
ഈ മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഒന്നുകിൽ 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്സിന്റെ സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പ്ലെയിൻസ്, ഡയറക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആറ്റംസ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം നിങ്ങൾ പാക്കിംഗ് ഫ്രാക്ഷൻ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യുക, എന്തൊക്കെയാണ് പ്ലെയിൻസ്, ഡയറക്ഷൻസ് നോക്കി എന്ത് ചെയ്യും ഒന്നും കൂടെ നോക്കി വെക്കുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ലാറ്റിസ് പ്ലെയിൻസ് ആൻഡ് ക്യൂബിക് ക്രിസ്റ്റൽ. ഓക്കെ, അതും എന്താണ് വരാൻ ചാൻസ് ഉള്ളത്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടില്ല, ബട്ട് എന്ത് ചെയ്യാം വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റും ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, എക്സ്റേ ഡിഫ്രാക്ഷൻ ആൻഡ് ബ്രാഗ്സ് ലോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ 2 മാർക്കിൽ ചോദിക്കാം, 5 മാർക്കിൽ ചോദിക്കാം, വേണമെങ്കിൽ അത് എസ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ബ്രാഗ്സ് ലോ ചോദിക്കുന്ന സമയത്തെ അല്ലെങ്കിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ ചോദിക്കുന്ന സമയത്ത് ഇതിൽ പ്രോബ്ലവും കൂടെ എന്ത് ചെയ്യാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു എക്സ്റേ ഡിഫ്രാക്ഷൻ തന്നിട്ട് ബ്രാഗ്സ് ലോ യൂസ് ചെയ്തിട്ട് വേവ് ലെങ്തോ അല്ലെങ്കിൽ സെപ്പറേഷൻ ലെങ്തോ ഒക്കെ ചോദിക്കാൻ എന്തുണ്ട്, ഒരു ചാൻസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബ്രാഗ്സ് ലോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, 2 മാർക്കിനോ 5 മാർക്കിനോ അല്ലെങ്കിൽ എസ്സേയിൽ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രാഗ്സ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ പ്രൗഡർ ക്രിസ്റ്റൽ മെത്തേഡ്. ഓക്കെ, ഇതും എന്താണ്, ഇത് PYQ ആണ്. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എസ്സേയിൽ ഞാൻ നേരത്തെ ബ്രാഗ്സ് ലോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ എസ്സേയിൽ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റേ ഡിഫ്രാക്ഷനും ഇതും കൂടെ, ഈ 2 ടോപ്പിക്സ് കൂടെ, രണ്ടും ഒരേ ടോപ്പിക് തന്നെയാണ്. മറ്റേത് രണ്ടാമത്തെ എന്താണ്, ഇതെന്താണ്, ഒരു മെത്തേഡാണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യുക വിശദമായിട്ട് പഠിച്ചു തന്നെ പോവുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയിൽ തന്നെ നമുക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് മൈക്രോവേവ്, ഒന്ന് IR. ഞാൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയിൽ എന്ത് ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി. എന്താ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലൈവ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എനർജി എന്തുണ്ട്, പല കൈൻഡ് ഓഫ് എനർജീസ് ഉണ്ട്. റൊട്ടേഷണൽ എനർജി ഉണ്ട്, വൈബ്രേഷണൽ എനർജി ഉണ്ട്, ഇലക്ട്രോണിക് എനർജി ഉണ്ട്. അപ്പോൾ ആ കൈൻഡ് ഓഫ് എനർജീസ് എന്തൊക്കെയായിരുന്നു എന്ത് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതെന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ചോദിച്ച് കണ്ടിട്ടില്ല, ബട്ട് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഇയർ, നമുക്ക് ഈ ഇയർ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചോദിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത് 2 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഏരിയയിലേക്ക് കേട്ടോ ചോദിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീജിയൻസ് ഓഫ് സ്പെക്ട്രം റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പെക്ട്രം. ഇത് എന്താ പറയുക റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2 ഇയറിൽ, അതായത് 2022 അതേപോലെ തന്നെ 2024 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ചോദിച്ചേക്കുന്നത് 2 മാർക്കിൻ്റെ സെക്ഷനിലായിരുന്നു ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഓക്കെ, ആൻഡ് അതിൻ്റെ റീജിയൻസ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, എന്താണ് നമ്മുടെ സ്പെക്ട്രം എന്ത് ചെയ്യുക എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഓരോ റീജിയനിലും നമുക്ക് ഏത് സ്പെക്ട്രോസ്കോപ്പിയാണ് വരുന്നത്, ഇപ്പോൾ മൈക്രോവേവ് ആണോ അല്ലെങ്കിൽ വൈബ്രേഷനിലാണോ IR ആണോ, അപ്പോൾ ഏതാണ് ഓരോ റീജിയനിൽ വരുന്ന സ്പെക്ട്രോസ്കോപ്പി ഏതാണെന്നുള്ളത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആൻഡ് റിസോൾവിംഗ് പവർ. ഈ റിസോൾവിംഗ് പവറും റിപ്പീറ്റഡ്, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട് 2022 അതേപോലെ 2024 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്ത് ചെയ്യാം, ഇതും എന്ത് ചെയ്യാം 2 5 മാർക്കിൻ്റെ സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അസിമെട്രിക് ടോപ്പ് മോളിക്യൂള്, അതേപോലെ എന്താണ് സിമെട്രിക് ടോപ്പ് മോളിക്യൂള്. ഇത് എന്ത് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ 2 വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും എന്ത് ചെയ്യരുത്, നിങ്ങൾ പഠിക്കാതെ പോവരുത്. ഓക്കെ, ആൻഡ് അതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ലീനിയർ മോളിക്യൂൾ എന്താണെന്നും കൂടെ ചോദിക്കാം. അതിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യുക അത് പഠിച്ചു വെക്കുക. അപ്പോൾ ചിലത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചോദിക്കാം, ഇന്നൊരു ടൈപ്പ് ഓഫ് മോളിക്യൂൾ അതെന്താ മൈക്രോവേവ് ആണോ, മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ആണോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഏത് റീജിയനിലാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മൈക്രോവേവിൽ തന്നെ വരുന്ന റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, അതിൽ ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
ഇതെന്താ ഒരു എസ്എ ക്വസ്റ്റ്യനും കൂടെ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. എന്താണ് റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ ആൻഡ് അതിൻ്റെ കേസിലുള്ള റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. നമ്മൾ അതിൻ്റെ ഡെറിവേഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലൈവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, അതും ഡീറ്റെയിൽഡ് ആയിട്ട് അത് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യുക, വിശദമായിട്ട് തന്നെ അത് പഠിച്ചു വെക്കണം കേട്ടോ. റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ ആൻഡ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിൻ്റെ സെലക്ഷൻ റൂൾസ്. നമ്മൾ സെലക്ഷൻ റൂൾസ് ആയിട്ട് ഇപ്പോൾ ഡെൽറ്റ ജെ ഈക്വൽ ടു +(-1) എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റൊട്ടേഷൻ്റെ കേസിൽ സെലക്ഷൻ റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് IR സ്പെക്ട്രോസ്കോപ്പി. IR സ്പെക്ട്രോസ്കോപ്പി എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഹാർമോണിക് വൈബ്രേഷൻ സ്പെക്ട്രം എന്താണ് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. അതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താണ് ഹോട്ട് ബാൻഡ്സ് എന്ന്. ഓക്കെ, ഹോട്ട് ബാൻഡ്സ് എന്തായിരുന്നു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ IR പഠിക്കുന്ന സമയത്ത് അതിന് താഴെ അണ്ടറിൽ വരുന്ന നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ആൻഡ് അതിൽ ഈ ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ എന്ത് ചെയ്യുക, നമുക്ക് PVQ വന്നതുകൊണ്ട് എന്ത് ചെയ്യുക, അത് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് എന്ത് ചെയ്യുക, അതൊന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സ്പെക്ട്രോസ്കോപ്പിയിൽ വരാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എസ്സേ പഠിച്ചു വിചാരിക്കുക, MB ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എസ്സേ പഠിച്ചു. അത് നിങ്ങൾക്ക് എസ്സേയിൽ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ എന്ത് ചെയ്യാതെ 2 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അതിനും കൂടെ എന്തായിരിക്കും, ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ സെക്ഷനും പഠിക്കുന്ന സെക്ഷൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ സമയം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പഠിക്കണ കാര്യം എന്ത് ചെയ്യുക, വൃത്തിയിൽ ഒരു കാര്യം മിസ് ചെയ്യാതെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോണിക്സ്. ഓക്കെ, ഫോട്ടോണിക്സ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു ടോപ്പിക് ആയിരിക്കും ഫോട്ടോണിക്സ്. അതിൽ തന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള ഒരാളാണ് പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ലേസർ. ചിലപ്പോൾ എന്ത് ചോദിക്കാം, എന്താ ലേസർ എന്ന് ചോദിക്കാം. ലേസർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ലേസറിൻ്റെ നമ്മൾ ആ ഡെഫിനേഷനൊക്കെ ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് എന്താണ് ലേസറിൻ്റെ പ്രോപ്പർട്ടീസ്, നമ്മൾ പല പ്രോപ്പർട്ടീസും പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു, കൊഹറൻ്റ് ആണ്, മോണോക്രോമാറ്റിക് ആണ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടീസ് എഴുതുക, ലേസറിൻ്റെ എക്സ്പാൻഷൻ എഴുതുക. ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിച്ചാൽ നമ്മൾ പല ഫീൽഡിലും, ലൈക്ക് ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലേസർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം, ഇത് ചിലപ്പോൾ 2 മാർക്കിനോ 5 മാർക്കിനോ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ചോദിക്കാം. ഓക്കെ, ഒന്നുകിൽ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഡെറിവേഷൻ എന്ത് ചെയ്യാം, ചോദിക്കാം. അത് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, വേണമെങ്കിൽ ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും PVC ഇയറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്നാ. ഓക്കെ, എന്താണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, അപ്പോൾ നമുക്കത് പറയാൻ എന്ത് ചെയ്താൽ മതി, അത് ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മുടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് എന്താണ് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ്, ഏതൊക്കെയാണ് ആ കോഎഫിഷ്യൻസ്, ഓക്കെ, അതൊന്ന് നോക്കി വെച്ചാൽ മതിയോ. ഇപ്പോൾ SC ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഡെറിവേഷൻ പഠിക്കാൻ തന്നെ നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ. ഇത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു പോർഷൻ മിസ്സാക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേസറിന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ നിങ്ങൾ പഠിച്ചു, അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളോട് വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ലേസർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് അറിയില്ലെങ്കിൽ പോലും പ്രിൻസിപ്പിൾ ഓഫ് ലേസർ വെച്ചിട്ട് കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ ആൻഡ് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേജസ് എന്തൊക്കെയാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചു വെക്കണം. അത് എന്തിൽ ചോദിക്കാം, അത് ഏത് സെക്ഷനിൽ വേണേൽ ചോദിക്കാം കേട്ടോ. 2 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ഈവൻ എസ്സേയിലും എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പൽ ലേസറിന്റെ അണ്ടറിൽ വരുന്ന 2 കാര്യങ്ങളാണ് ആൻഡ് 2 സ്റ്റേജസാണ്. ഓക്കെ, ഇതും PYQയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, അതേപോലെ എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇത് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെ ഏരിയയിലാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, 5 മാർക്കിൻ്റെ സെക്ഷനിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നിങ്ങൾ വിട്ട് കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ്
റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു എസ്സേയിൽ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ, ഹീലിയം നിയോൺ ലേസർ. അതായത് നമ്മുടെ PYQയിൽ ചോദിച്ചിട്ടുള്ള ഒരാളാണ് എന്താണ് ഹീലിയം നിയോൺ ലേസർ. അതിന് ഡയഗ്രാം വെച്ചിട്ട് എന്ത് ചെയ്യാൻ, അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റേജസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിൽ എസ്സേയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഹീലിയം നിയോൺ ലേസറിൻ്റെ വാരിയസ് സ്റ്റേജസ് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് ഞാൻ മാർക്ക് ചെയ്യണത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് ഹീലിയം നിയോൺ ലേസർ, അതിൻ്റെ സ്റ്റേജസ് ആൻഡ് പ്രിൻസിപ്പിൾ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എസ്സേയിൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് ചെയ്യുക, ഇത് നിർബന്ധമായിട്ടും നോക്കണം കേട്ടോ. ഓക്കെ, അതിൽ തന്നെ ഈ എസ്സേയിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഹീലിയം നിയോൺ ലേസറാണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ വർഷം ഒരു മാറ്റത്തിനായിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ റൂബി ലേസർ എന്താണെന്ന് ചോദിക്കാം, അതേപോലെ എൻഡിയാഗ് ലേസർ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അതും കൂടെ എന്ത് ചെയ്യാം, അപ്പോൾ ലേസർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ വരുന്ന അണ്ടറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ 2 ലേസർ കൂടി എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് രാമൻ എഫക്റ്റ് ആണ്. അപ്പോൾ രാമൻ എഫക്റ്റിൽ മിക്കവാറും ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിനും 5 മാർക്കിനുമാണ്. അപ്പോൾ രാമൻ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ളൊരു കാര്യം എന്താണ് നമ്മുടെ സ്റ്റോക്സ് ലൈൻസ് ആൻഡ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ്. സ്റ്റോക്സും ആൻഡ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസും ഇതും 2ൻ്റെയും 5ൻ്റെയും സെക്ഷനിലാണ് കണ്ടിട്ടുള്ളത്. എസ്സേയിലൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് ഒരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ എഴുതാൻ തക്ക രീതിയിൽ എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോട്ടോണിക്സിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ്. അപ്പോൾ ഞാൻ ഫോട്ടോണിക്സിൽ ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യാലും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പോകുന്നതിന് മുന്നേ നോക്കിയിട്ടേ പോവാറുള്ളൂ കേട്ടോ. കാരണം ഒക്കെ പറഞ്ഞത് എന്താണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേപ്പറിൽ എന്തൊക്കെ മിസ് ഔട്ട് ചെയ്താലും ഫോട്ടോണിക്സ് എന്ന് പറയുന്ന പാർട്ട് എന്ത് ചെയ്ത് മിസ്സാക്കിയിട്ട് പോകരുത് കേട്ടോ എക്സാമിന്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഫോട്ടോണിക്സ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ഉള്ളത്. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുന്ന സമയത്തും നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത രീതിയിലാണ് ഞാനിപ്പോൾ ടോപ്പിക്സ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങൾ എന്താ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി, റീജിയൻസ് ഓഫ് സ്പെക്ട്രം ആൻഡ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് റൊട്ടേഷൻ. ഓക്കെ, ഇതെന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത് കേട്ടോ. ആൻഡ് ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ബട്ട് ഈ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു തന്നെ പോവുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എക്സാമിലേക്ക് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ ഇപ്പോൾ പറഞ്ഞു. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ 2 ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ ടോപ്പിക്സും കവർ ആയിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ ആ ലൈവിൽ കവർ ആയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈവ് കൂടെ കണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ.